അമേരിക്കയിൽ ഇലോൺ മസ്കിനോടുള്ള കലിപ്പ് ടെസ്ലയെ സാരമായി ബാധിക്കുന്നുണ്ട്. ടെസ്ലയ്ക്ക് നേരെ ബഹിഷ്കരണ ആഹ്വാനം കടുത്തതിന് പിന്നാലെ ടെസ്ല കാറുകൾ കണ്ടാൽ പോലും അതിനെ ആക്രമിക്കാനുള്ള അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിലനിൽക്കുന്നത്. ടെസ്ലയ്ക്ക് നേരെ അക്രമങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ വരികയും ചെയ്തു. ടെസ്ലയുടെ ലോഗോ പതിച്ച സ്വത്തുക്കൾക്ക് നേരെയാണ് യുഎസിലും വിദേശത്തും അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ടെസ്ല ഷോറൂമുകൾ, വാഹന ലോട്ടുകൾ, ചാർജിംഗ് സ്റ്റേഷനുകൾ, സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കാറുകൾ എന്നിവയാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുക്കുകയും ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള സർക്കാർ കാര്യക്ഷമത വകുപ്പിന്റെ ചുമതല നൽകുകയും ചെയ്തതിനു ശേഷമാണ് അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത്. ടെസ്ല ഡീലർഷിപ്പുകൾക്ക് നേരെയുണ്ടായ അക്രമങ്ങൾ പരമ്പരയായി ബന്ധപ്പെട്ട് കൊളറാഡോയിലെ ഒരു സ്ത്രീക്കെതിരെ കുറ്റം ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. വാഹനങ്ങൾക്ക് നേരെ കോക്ടെയിലുകൾ എറിഞ്ഞതിനും കെട്ടിടത്തിൽ നാസി കാറുകൾ എന്ന് സ്പ്രേ ചെയ്തതിനുമെതിരെയായിരുന്നു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സൗത്ത് കരോലൈനയിൽ കഴിഞ്ഞയാഴ്ച ടെസ്ലയുടെ ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് തീയിട്ടതിന് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പസഫിക് വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ ഇടതുപക്ഷ ചായവുള്ള നഗരങ്ങളായ പോർട്ട്ലാൻഡ്, ഒറീഗോൺ, സിയാറ്റിൻ എന്നിവിടങ്ങളിലാണ് കൂടുതൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ ട്രംപ് മസ്ക് വിരുദ്ധ വികാരം ശക്തമാണ്. അതേസമയം വടക്കേ അമേരിക്കയിലും യൂറോപ്പിലുടനീളമുള്ള ടെസ്ല ഡീലർഷിപ്പുകളിലും ഫാക്ടറികളിലും മസ്കിന്റെ വിമർശകർ ഡസൻ കണക്കിന് സമാധാനപരമായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാൻ പാടില്ലാത്തതാണെന്നും ഇലോൺ മസ്ക് പറയുകയും ചെയ്തിരുന്നു. ടെസ്ല കാറുകൾ കത്തിക്കുന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. സംഭവം ആസൂത്രിതമാണെന്ന് ലാസ് വേഗസ് മെട്രോപൊളിറ്റൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുകയും ചെയ്തു. സംഭവം ഭീതി ഉണർത്തുന്നതാണെന്ന് വീഡിയോ പങ്കുവച്ച് നൊവാഡയിൽ നിന്നുള്ള മുൻ സ്റ്റേറ്റ് സെനറ്ററായ എലിസബത്ത് ഹെൽഗലിൻ എക്സിൽ കുറിക്കുകയും ചെയ്തു. എലിസബത്ത് പങ്കുവച്ച കുറിപ്പും വീഡിയോയും വൈറലായതോടെ പ്രതികരണവുമായി ഇലോൺ മസ്കും രംഗത്ത് വരികയായിരുന്നു.